പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. സ്പോർട്സ് ന്യൂസ്. 2003 ലോകകപ്പിന്റെ ഫൈനലിൽ റിക്കി പോണ്ടിങ്ങുമായി 234 റൺസിന്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തി ടീം ടോട്ടൽ 351 എന്ന ലോകകപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സ്കോറിലേക്ക് എത്തിച്ചുകൊണ്ട് തന്റെ ടീം ആ കളിയിൽ ഒരിക്കലും തോൽക്കാൻ പോകുന്നില്ലെന്ന് ഉറപ്പാക്കി കളം വിട്ട ആ ദിവസം ICC ചാമ്പ്യൻസ് ട്രോഫി എന്ന ടൂർണമെന്റ് തുടങ്ങിയിട്ട് 4 സീസണുകൾ തങ്ങൾക്ക് കപ്പില്ലാതെ പോയി എന്ന നിരാശകരമായ വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് 2006 ടൂർണമെന്റിന് ഇറങ്ങി പ്ലെയർ ഓഫ് ദ സീരീസോടെ ടീമിന് ആദ്യ കിരീടം സമ്മാനിച്ച അയാളെ കുറിച്ച് 30ഓളം വർഷങ്ങളായി ഇന്ത്യൻ മണ്ണിൽ ടെസ്റ്റ് സീരീസ് വിജയിക്കാൻ തന്റെ ടീമിന് ആയിട്ടില്ലെന്ന കണക്കുകൾ വെട്ടിത്തിരുത്തുവാൻ ആഗ്രഹിച്ച് 2004 പാഡും ഗ്ലവും മുറുക്കിയിറങ്ങി മാൻ ഓഫ് ദ സീരീസും ടീമിന് ചരിത്ര വിജയവും നൽകിയ അയാളെ കുറിച്ച് ചിരവൈരികളായ ഇംഗ്ലണ്ടിനെ 4-1 തകർത്തെറിഞ്ഞ് ഉസീസ് തങ്ങളുടെ ആരാധകരെ കോരിത്തെരിപ്പിച്ച 2001 ആ ടൂർണമെന്റിലെ പ്രകടനങ്ങൾക്ക് വിസ്റ്റൺ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ അയാളെ കുറിച്ച് നിലവാരമുള്ള സ്പിന്നർമാരും സ്പിൻ അനുകൂല വിക്കറ്റുകളുമുള്ള ശ്രീലങ്കയിൽ ഒരു ടെസ്റ്റ് വിജയം തന്നെ ഏതൊരു ടീമിന്റെയും മോഹമായിരുന്നൊരു കാലത്ത് 2 സെഞ്ചുറിയോടെ ടീമിനെ ജയത്തിലേക്ക് നയിച്ച് ഒടുവിൽ 3-0 എന്ന സ്കോറിൽ ലങ്കയെ വെള്ളപൂശി വിട്ട അയാളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. തന്റെ ടീം ജയിക്കാനും തോൽക്കാതിരിക്കാനുമായി ഏതറ്റം വരെയും പോയിരുന്ന അയാളെ കുറിച്ച് ഒരിക്കൽ ഓസ്ട്രേലിയൻ ടീമിന്റെ നെടുംതൂണായിരുന്നൊരു ബാറ്റർ മസ്തിഷ്കജ്വരം പിടിപെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയാണ് അയാൾ. നീണ്ട 14 വർഷങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയൻ മണ്ണിൽ എതിരാളികളായ ഇംഗ്ലണ്ട് തങ്ങളുടെ ടീമിനെ പരാജയപ്പെടുത്തിയെന്ന ദുഃഖവാർത്ത കേട്ട ഉസീസ് കാണികളെ തേടി മറ്റൊരു വാർത്ത കൂടി എത്തുകയാണ്. ആഷസ് 4ാം മത്സരത്തിൽ, അതായത് 2025-26 ഈ വാർത്ത വരുന്നത്. തങ്ങളുടെ എക്കാലത്തെയും മികച്ചവരിൽ ഒരാളായ ഡാമിയൻ മാർട്ടിൻ കോമാ സ്റ്റേജിലേക്ക് വീണുപോയിരിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്ത. ഒട്ടേറെ പേരുടെ പ്രാർത്ഥനയുടെയും മികവുറ്റ ചികിത്സയുടെയും ഫലമായി ദിവസങ്ങൾക്ക് ശേഷം അയാൾ അത്ഭുതകരമായി കോമയിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. കോമയിൽ നിന്നും ജീവിതത്തിലേക്ക് തിരികെ വന്ന നാളിൽ അയാളുടെ ബെഡിൽ കിടന്ന ഒരു ന്യൂസ് പേപ്പറിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. ട്രവിസ് ഹെഡിന്റെയും സ്മിത്തിന്റെയും സെഞ്ചുറി കരുത്തിൽ ആഷസ് 5ാം ടെസ്റ്റിൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞുകൊണ്ട് 4-1 സീരീസ് സ്വന്തമാക്കി എന്ന വാർത്ത. ആഷസ് 2025-26. ആ ഒരു വാർത്ത മതിയായിരുന്നു ക്രിക്കറ്റിനെയും ഓസ്ട്രേലിയൻ ടീമിനെയും പ്രാണനായി കണ്ടിരുന്ന ആ മനുഷ്യനെ ഏത് കോമയിൽ നിന്നും ഉണർത്താനായി. ഡാമിയൻ മാർട്ടിൻ. നാഷൻ ന്യൂസ് ലൈവ്. സത്യം, ചരിത്രം, വർത്തമാനം.